CPM നേതാവ് എം സ്വരാജും തീവ്ര ഹൈന്ദവ നേതാവ് പ്രതീഷ് വിശ്വനാഥനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞ് ഒരു വ്യാജ പോസ്റ്റർ ഇറങ്ങിയിരുന്നു. നടന്നത് സൗഹൃദ സംഭാഷണമാണെന്ന് സ്വരാജ് വിശദീകരിച്ചുവെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ കാർഡായിരുന്നു അത്. ദേശാഭിമാനിയുടെ പേരിലായിരുന്നു ആ കാർഡ്. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയാണെന്നാണ് സ്വരാജിന്റെ ആരോപണം. ഇതിനു മുന്നോടിയായി പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയെ ഹിന്ദുത്വ നേതാവ് KP ശശികലയുമായി ഉപമിച്ചുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ നിരവധി വരികയും ചെയ്തിരുന്നു. കടുത്ത വർഗീയ ആരോപണങ്ങളാണ് തഹ്ലിയക്കെതിരെ ഈ പോസ്റ്റുകളിൽ ഉയർന്നത്. ഇതിന്റെ പ്രതിഫലനം എന്നോണമാണ് സ്വരാജിനെതിരായ പോസ്റ്റുകളും വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അജിംസ്, സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ച ഒരു ആരോപണം തഹ്ലിയയുടേതായി വന്നിരുന്നു. അതേ തുടർന്ന് വലിയ ചർച്ചകൾ, വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അതെല്ലാം കെട്ടടങ്ങിയൊരു സമയത്താണ് പുതിയ ഒരു പോസ്റ്റർ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് സ്വരാജിനെതിരെ. അപ്പം അത് വ്യാജമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ പേര് നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ പരസ്പര വർഗീയ ചാപ്പകുത്തലുണ്ടല്ലോ, അത് എത്രത്തോളം മലീമസമാക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഫാത്തിമ തഹ്ലിയ പണ്ട് ഏതോ ഒരു സന്ദർഭത്തിൽ ഈ സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചത് തീർത്തും അനുചിതവും എതിർക്കപ്പെടേണ്ടതുമായൊരു കാര്യമാണ്. അതിൻ്റെ കാരണം വെച്ചാൽ അതൊരു ചാപ്പയുടെ ഭാഗമാണ്. നമ്മൾ ഒരാളുടെ രാഷ്ട്രീയ നിലപാടിനെ, അയാൾ ചെയ്ത രാഷ്ട്രീയ പ്രസ്താവനയെ അല്ലെങ്കിൽ അതിൽ വരുന്ന വീഴ്ചകളെ വിമർശിക്കുന്നതും ഒരാളെ ചാപ്പയടിക്കുന്നത് രണ്ടാണ്. ചാപ്പയടിയുടെ ഒരു കാലമാണല്ലോ ഇത്. ആർക്കും എന്ത് ചാപ്പയും കിട്ടും. അപ്പോൾ എം സ്വരാജ് ആരാണ്? എം സ്വരാജ് ഇന്ത്യയിൽ തന്നെ സംഘപരിവാറിനെ ക്ലാരിറ്റിയുള്ള ഭാഷയിൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. CPM-ൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഷാർപ്പായിട്ട് അവരെ വിമർശിക്കുന്ന ഒരാളാണ്. അയാളെ സംഘാവ് എന്ന് വിളിക്കുന്നത് തീർത്തും അനുചിതമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ? അത് വിമർശന വിധേയമാക്കേണ്ടതാണ്. ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറ യോഗ കേന്ദ്രം വിഷയത്തിൽ അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് അന്നും വിമർശിക്കപ്പെടണം, പിന്നീട് വിമർശിക്കപ്പെടണം. പിന്നീട് എപ്പോഴെങ്കിലും ആ നിലപാട് തെറ്റായി പോയിട്ടുണ്ടോ എന്ന് സ്വരാജിനോട് ചോദിക്കണം, സ്വരാജിനോട് ക്ലാരിറ്റി ആവശ്യപ്പെടണം. അതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തെ സംഘി എന്നോ സംഘാവ് എന്നൊക്കെ വിളിക്കുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. പക്ഷെ ഇത് ഫാത്തിമ തഹ്ലിയ പണ്ടെപ്പോഴും ചെയ്തൊരു കാര്യമാണ്. പണ്ടെപ്പോഴും വിളിച്ചാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോറ്റ സമയത്തോ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ മറ്റും വിളിച്ചതാണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ തഹ്ലിയ മത്സരിക്കാൻ വരികയാണ്. തഹ്ലിയെ അതിൻ്റെ പേരിലാണോ വർഗീയവാദിയാകുന്നത്? അല്ല. പണ്ട് സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചുകൊണ്ടല്ല തഹ്ലിയ വർഗീയവാദിയാക്കുന്നത്. തഹ്ലിയ ഒരു വർഗീയവാദിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നത്, തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിക്കുന്നത് അത് പോളറൈസേഷന് വേണ്ടിയാണ്, വോട്ട് നേടാൻ വേണ്ടിയാണ് ആ പ്രചാരണം. ആ പ്രചാരണം മുറിവ് വന്നപ്പോൾ UDF പഴയതുപോലെയല്ല. UDF-ന്റെ സൈബർ വിങ് എന്ന് പറഞ്ഞത് അവർ ഉരുളയ്ക്കുപ്പേരിയാണ്. ആരിങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെ തിരിച്ചവർ പെരുമാറുക. അവരുടെ ഇടയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ അതിരൂക്ഷമായ പ്രചാരണവും പ്രതികരണവുമാണ് അവർ നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ അവരത് ചെയ്യുന്നു. അതും എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ തഹ്ലിയെയും ശശികലയെയും ചേർത്ത് വെച്ചൊരു പോസ്റ്റർ ഇറങ്ങിയത് ആരാ ചെയ്തെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും സൈബർ പോരാളികളൊക്കെ ആയിരിക്കും. അതിന് മറുപടിയായിട്ടാണ് പ്രതീഷ് വിശ്വനാഥിനെയും സ്വരാജിനെയും ഒരുമിച്ച് വെച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയത്. അപ്പോൾ ഈ കളി ആര് തുടങ്ങിയതാണെങ്കിലും അവരത് ഉടനടി നിർത്തണം. തുടങ്ങിയവർ നിർത്തണം, അതിനെ പിന്തുടർന്ന് അതിനെ എതിർക്കുന്നവർ നിർത്തണം. കാരണം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇത് സമൂഹത്തിൽ വലിയ ഛിദ്രതയും ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയമായിട്ടല്ല, അത് വർഗീയ ധ്രുവീകരണം തന്നെയാണ് വഴിവെക്കുക. അതിൻ്റെ ഒരു വശത്ത് CPM ആണ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. കാരണം CPM-ന് അധിക ബാധ്യതയുണ്ട് ഈ കളി നിർത്താൻ എന്നുള്ളതാണ്. CPM-ന് കുറേ കൂടി അധിക ബാധ്യതയുണ്ട്. അവരത് നിർത്തണം. അവർക്കെതിരെ എന്ന പേരിൽ നടത്തുന്ന ഈ കോൺഗ്രസിൻ്റെ സൈബർ പ്രചാരണം അതും തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതാണ്. കാരണം ഇത്തരം ചാപ്പയടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഛിദ്രത അതേക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വത്തോടെ അവർ ആലോചിക്കണം. അവരെ മുതിർന്ന നേതാക്കൾ അതേക്കുറിച്ച് ആലോചിച്ച് അണികൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേൾക്കുന്ന അണികളായാലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ആവണമെന്നില്ല അത് ചെയ്യുന്നത്. അത് ഉടനെ നിർത്തേണ്ടതാണ്. ജിമ്മി, വർഗീയവാദി അല്ലാത്ത ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് അത് ഒരിക്കലും സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ പ്രത്യേക ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്. മൊത്തത്തിൽ സമൂഹത്തിൽ, പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ചാപ്പയടികൾ ഉണ്ടാക്കുന്ന പ്രത്യേകത. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആര് എന്ത് എവിടെ, പ്രത്യേകിച്ച് നാഥനില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്തും പറയും, ആരെക്കുറിച്ചും എന്തും. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടന്ന വെടിക്കെട്ടിൻ്റെ ആ അപകട സമയത്ത് എന്തൊക്കെ കഥകൾ വന്നു. വെറുതെ ഒരാളുടെ സൈഡിൽ നിങ്ങൾ പറയുകയാണ് മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ സൾഫർ അവിടെ വിതറിയിട്ട് പോയി. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ചിലപ്പോൾ അതിൻ്റെ ഒരു വാർഷിക സമയത്ത് വേറെ ആരും ചെയ്തതായിരിക്കും. ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ അതങ്ങ് ഒരു ഘോഷയാത്രയായി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഫാത്തിമ തഹ്ലിയയുടെ പടം ശശികലയുടെ പടവുമായി ചേർത്ത് വെച്ചത് ആരാണെന്നും പ്രതീഷ് വിശ്വനാഥിൻ്റെ പടം ഇദ്ദേഹത്തിൻ്റെ സ്വരാജിൻ്റെ പടവുമായി ചേർത്ത് വെച്ച ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എതിർ ഗ്രൂപ്പുകാരാണ്, എതിർപക്ഷക്കാരാണ്. അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയും കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരൊക്കെ സത്യത്തിൽ ശരിയാണല്ലോ, ഇപ്പോൾ AI കാലമാണ്,
ഇത് ശരിയാണെന്ന് വിശ്വസിക്കുകയും അവസാനം തിരുത്താൻ പിന്നെയും കുറേ സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ ആരെവിടെ നിർത്തണം എന്ന് ചോദിച്ചാൽ നേതാക്കൾ സ്വന്തം അണികളോടെങ്കിലും, അജിംസ് പറഞ്ഞതുപോലെ സ്വന്തം അണികളോടെങ്കിലും നിയന്ത്രണം പറയുക. ചിലപ്പോൾ വിജയിക്കണമെന്നൊന്നുമില്ല, എങ്കിൽ പോലും ശ്രമിച്ചു നോക്കാം, അത്രേ ഉള്ളൂ. വിശ്വാസം എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇത് അപകടകരമായ ഒരു കളി കളിക്കുന്നുണ്ട് എല്ലാവരും. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരാൻ പോകുന്നതിന്റെ ഭാഗമായി കൂടി അഡ്വാൻസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ എതിരാണെങ്കിൽ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ പറയാൻ കഴിയുന്ന ഒരു നെഗറ്റീവ് നേരത്തെ ബിൽഡ് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പരമാവധി വംശീയത പറയുന്നു എന്ന പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഷാഫി പറമ്പിലിനായാലും ഫാത്തിമ തെഹ്ലി ആയാലും കൊടും വിഷങ്ങളാണ് ഇവർ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ഒരു സംഗതിയില്ലല്ലോ, എന്തെങ്കിലും വിവരങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ല. ഷാഫി കടുത്ത വർഗീയവാദിയാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരെ നാം കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കളുടെ ഗണത്തിൽ നിന്ന്. അവരാരെങ്കിലും ഷാഫി നടത്തിയിട്ടുള്ള വർഗീയ പ്രവർത്തനം എന്താണ്, പരമത വിദ്വേഷം എന്താണെന്ന് എവിടെയും പറഞ്ഞതും നമ്മൾ കാണുന്നില്ല. ഫാത്തിമ തെഹ്ലിയ ശശികലയ്ക്ക് തുല്യമായ വിധത്തിൽ വിഷം പരത്തുന്ന ആളാണ് എന്നൊരു ടെക്സ്റ്റ് വലിയ തോതിൽ പ്രചരിക്കുന്നത് കണ്ടു. അത് പ്രചരിപ്പിച്ചത് മുഴുവൻ ഇടത് ഹാൻഡിലുകളായിരുന്നു. അതിനകത്ത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം മുഖം മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് വേണം മുസ്ലിം പെൺകുട്ടികൾ ക്ലാസ്സിൽ വരേണ്ടത് എന്ന അഭിപ്രായത്തെ ഫാത്തിമ തെഹ്ലിയെ പിന്തുണച്ചു എന്ന മറ്റുള്ള വ്യാജങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഗതികൾ പ്രചരിപ്പിച്ചുകൊണ്ട് ട്രിഗേർഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പുറത്തുനിന്നും കുറേ സംഗതി ഉണ്ടാക്കി അതിനകത്ത് വ്യാജമായ കാര്യങ്ങൾ ഉണ്ടായി. അതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നുണ, വിദ്വേഷത്തിന് വേണ്ടി നുണ പറയുക എന്ന് പറയുന്ന പ്രശ്നം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അത് അവസാനിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവുക. നമ്മൾ കുറച്ചുകൂടി മതനിരപേക്ഷമായിട്ടുള്ള ശാന്ത സമൂഹമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കേവലമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നാട് കത്തിക്കുന്ന, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയാതിരിക്കുക എന്നുള്ള എല്ലാവരും ചെയ്യുക. ഫാത്തിമ തെഹ്ലിയ അന്ന് സംഘാവ് എന്ന സ്വരാജിനെ വിളിച്ചത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. രാഷ്ട്രീയ ആവേശത്തിന്റെ പേരിൽ മനുഷ്യരെ ആകമാനം റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള ചാപ്പ നാം കൊടുക്കാൻ പാടില്ല. അദ്ദേഹം കാരണം പ്രത്യേകിച്ച് CPM നിലപാടിന് അപ്പുറം പോയിട്ട് നിലപാട് സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. കാരണം വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വിമർശന നിലപാട് സ്വീകരിച്ച ഒരേ ഒരാൾ ഈ പറയുന്ന M സ്വരാജാണ്. ഫാത്തിമ തെഹ്ലിയ ഇപ്പം നമ്മുടെ തന്നെ ഒരു പരിപാടിയിൽ നിന്ന് വിശദീകരിക്കുന്നുണ്ട്, വ്യക്തിയായിട്ടല്ല പ്രസ്ഥാനത്തെയാണ് കാണുന്നത്. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കുകയും ചെയ്യാം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമി പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച പാർട്ടിയാണെന്ന് MV ഗോവിന്ദൻ പറയുകയും അത് ഏറ്റെടുത്തുകൊണ്ട് അരുൺകുമാറിനെ പോലെയുള്ള പാനലിസ്റ്റുകളൊക്കെ നിരന്തരമായി അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്നിട്ട് അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചല്ലോ. അത് പറഞ്ഞതിന് ശേഷമാണ് ഇവരുടെ വിമർശനം വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എടുത്തിട്ടുള്ള പൊതുവായ രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമായി വിളിച്ചതാണെന്ന് ന്യായവാദമൊക്കെ പറയാമെങ്കിലും സ്വരാജ് അങ്ങനെ ഒരു നിലപാട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരാളല്ല. സ്വരാജ് പലപ്പോഴും പാർട്ടി നിലപാടിൽ നിന്ന് കുറച്ചുകൂടി അപ്പുറം മാറിയിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിന്നിട്ടുള്ള ആളാണ്. അയാളെ വിളിച്ചത് തെറ്റാണ്. പക്ഷേ ആ സംഗതിയുടെ പേരിലാണെങ്കിൽ കൂടി ഇപ്പോൾ ഉണ്ടാക്കുന്ന എന്താണ്? നുണ പറയുക, വ്യാജം പറയുക ആളുകളെ കുറിച്ച്. എന്നിട്ട് വംശീയമായ ആളുകൾ ചെയ്തിരിക്കാനുള്ള പണിയെടുക്കുന്ന ഇപ്പുറത്തും ചെയ്യുന്നു. CPM ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യും? നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അതിന് ആഴം കൂടും. കാരണം ആ പാർട്ടിക്ക് കേരളത്തിലുള്ള ഒരു സ്വീകാര്യത, പെനട്രേഷൻ, വിശ്വാസ്യത, ട്രസ്റ്റ്, ഇതെല്ലാം അതിന് മൂലധനം. ആ മൂലധനം വെച്ചുകൊണ്ട് ആ പാർട്ടി എടുക്കേണ്ട പണി ഇതെല്ലാം എന്നാണ് ഞാൻ പറയുക. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവരുടെ മുമ്പിൽ അനിവാര്യമാണ് അവർ പിന്നോട്ട് പോകുക എന്നുള്ളത്. യെസ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ നേതാക്കളും അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.